ഇന്നെന്തോ രാവിലത്തെ പ്രിപ്പറേഷൻസ്? രാവിലെ നിങ്ങൾക്ക് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു. നമുക്കാണെങ്കിൽ മസ്ക് മെലൺ ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് മമ്മി ഒരു വെറൈറ്റി ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാണേ. അതിന്റെ കൂട്ടത്തിലാണേലേ മമ്മി ചേർക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പാ. അത് മമ്മി കാച്ചി വെച്ചിപ്പം. ഇത് കൊള്ളാമല്ലോ. നുറുക്ക് ഗോതമ്പ് വെച്ചു ഭയങ്കര ഹെൽത്തി അല്ലേ നുറുക്ക് ഗോതമ്പൊക്കെ. അപ്പൊ അതാണെങ്കിൽ ഒന്ന് തണുക്കട്ടെ, അതിന് ഞാൻ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചേക്കുക. അപ്പൊ അപ്പോഴത്തേനും ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമുക്കിതേ മസ്ക് മെലൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. മമ്മി കട്ട് ചെയ്തതേ. മോനെ നമുക്കാന്നേലേ മമ്മി നുറുക്ക് ഗോതമ്പ് കാച്ചി വെക്കത്തില്ലേ, അതതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് മമ്മി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്കായും ഷുഗറും എക്സ്ട്രാ വേണ്ടിയവർക്കൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഏലക്ക ഇവിടെ ഇഷ്ടമല്ല, ഇവരുടെ പിള്ളേർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പിന്നെ ഷുഗർ, എക്സ്ട്രാ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാമേ. ഇതിനകത്ത് ഇപ്പം ഞാൻ ഐസ്ക്രീമാണ് ചേർക്കുന്നത്, കാണിക്കാം വാ. നമുക്കിത് കുറച്ച് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ഇതിന് ടോപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്താണെങ്കിൽ കിസ്മിസ് ഇട്ടിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഷേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മുടെ ഐസ്ക്രീമിന്റെ ബാക്കി ഇരിക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ലെയർ സംഭവമാണ്, അതുകൊണ്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. കണ്ട ഇനി നമുക്ക് ഇതിന്റെ ടോപ്പില്ലേ പംകിൻ സീഡ് ഇട്ട് കൊടുക്കാമേ. ചുമ്മാ ഒരു ഡെക്കറേഷൻ ഇരിക്കട്ടെ. പിന്നല്ലാതെ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയല്ലോ രാവിലെ, പിന്നെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, എല്ലാമായി. അപ്പം നമ്മുടെ ഹെൽത്തി ഷേക്ക്, ഇതിനകത്ത് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഐസ്ക്രീം ഉള്ളതുകൊണ്ട് ഇതൊരു ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മുടെ വയറ് സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ ഇതെൻ്റെ പിള്ളേർക്ക് കൊടുക്കട്ടെ കേട്ടോ, ചുട്ടിയല്ലേ, അവർ എൻജോയ് ചെയ്യട്ടെ.